വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സിനെയും വൈബ് കോഡേഴ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബോൾട്ട്, ലവബിള്, അതുപോലെ ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ലോജിക്കലി നമുക്ക് വളരെ നല്ല ആൻസേഴ്സ് കിട്ടും. ലോജിക് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് ആപ്പ് ഉണ്ടാക്കേണ്ടത്, ഈ കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആണ്. ബട്ട് ഇതിന്റെ യു ഐ ഡിസൈൻസ്, അതിന്റെ ഐട്രേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ എ ഐ അത്ര ബെറ്റർ ഔട്ട്പുട്ട് തരത്തില്ല. അങ്ങനെയുള്ള സമയത്ത് പുതിയ നാനോ ബെനോന അങ്ങനെയൊക്കെയുള്ള കുറെ ഫീച്ചേഴ്സ് വന്ന സ്ഥിതിക്ക് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ടൂൾസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടൂൾസ് എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ നന്നായിട്ട് യു ഐയും എ ഐ ബേസ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് യു ഐ മാത്രമല്ല, നമുക്കാണെങ്കിൽ അതിനെ ഒരു ഐഡിയയെ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരം ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മെയിൻ ടൂളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ടൂളിന്റെ പേരാണ് ബനാനി എ ഐ. കേൾക്കുമ്പോൾ നല്ല ടങ് ട്വിസ്റ്റർ ആയിട്ടിരിപ്പുണ്ട്. banani.co എന്നാണ് അഡ്രസ്സ്. ബനാനി എ ഐയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുക. ഇവിടെ 20 ജംസ് ലെഫ്റ്റ് ആണ്. ഇതൊരു പെയ്ഡ് വേർഷൻ ആണ്. ബട്ട് ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പെയ്ഡ് വേർഷൻ ആണെങ്കിൽ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പറയാം. സോ ഞാൻ ഇവിടെ ഒരു ചെയ്തിട്ടുണ്ട്, എക്യുപ്മെന്റ് പ്രോ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഞാൻ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും വേണ്ടത് ഒരു സിമ്പിൾ എക്യുപ്മെന്റ് റെന്റ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നേരത്തെ ചെയ്തത്. ഇവിടെ നമുക്കൊരു ഡാഷ്ബോർഡ് ഉണ്ടാക്കി നോക്കാം. സോ ഒരു വെബ് ബേസ്ഡ് ഡാഷ്ബോർഡ് ആണ്. ഒരു ലാൻഡിംഗ് പേജ് തന്നെ ഉണ്ടാക്കി. ഈ ഒരു പോർഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം ഒരു ചാറ്റ് ജി പി ടി കൈൻഡ് ഓഫ് ചാറ്റ് ബോക്സ് ആണ് ഇപ്പം ഉള്ളതെല്ലാം. നമുക്ക് ജെമിനി 3 പ്രോ ചെയ്യാം, GPT 5.1 സെലക്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന്. ജെമിനി 3 പ്രോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മോഡലാണ്. ചൂസ് ദാറ്റ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് റെഫറൻസോ അല്ലെങ്കിൽ ഫിഗ്മ എന്ന് പറയുന്നത് യു ഐ ഡിസൈൻസിന്റെ ഒരു ടൂളാണ്. ലൈക്ക് എ ഫോട്ടോഷോപ്പ് ബട്ട് സ്പെസിഫിക്കലി ഫോർ ദ ഡെവലപ്പർ ആപ്ലിക്കേഷൻ. സോ ഇമേജ് റെഫറൻസ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല, മൊബൈൽ കൊടുക്കുന്നില്ല. വെബ് തിരഞ്ഞെടുത്തിട്ട് ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് എ UPSC study platform, AI based study platform. The platform will search all the newses, current affairs in India, and it will curate the topic and the questions to the aspirants. And you need to link to the mobile application and iOS application, and the land page should be modern ആൻഡ് വെരി മിനിമലിസ്റ്റിക്. സോ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാൻഡ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. ലെറ്റ് സി വാട്ട് വിൽ ക്രിയേറ്റ്. സോ ഇത് റെഫറൻസ് സ്ക്രീൻ 1, സ്ക്രീൻ 2, സ്ക്രീൻ 3 ഈ ഒരു സിമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗ്മയിലുള്ള അതേപോലത്തെ ഒരു സിമ്പിളാണ് ഇവിടെ ഉള്ളത്. സോ ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് അതിന് എന്താണ് ചെയ്യാൻ പോകുന്നത്. അവർ മിനിമൽ ഇൻഡിഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബനാന ആണ് കാണിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് നാനോ ബനാന ആണോ അണ്ടർ ദ ഹുഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. നാനോ ബനാന വന്നതിന് ശേഷമാണ് ഈ ആപ്ലിക്കേഷൻ വന്നത്. അതിനുശേഷമാണ് ഇത്ര നല്ലൊരു ഡിസൈൻസ് നമ്മൾ കണ്ടു തുടങ്ങി. ഓക്കെ, 3 വേരിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ലാൻഡിംഗ് പേജിന്റെ. നമുക്കൊന്ന് നോക്കാം. സോ സിവിൽസ് AI എന്നാണ് തന്നിരിക്കുന്നത്. ലോഗിൻ, ഗെറ്റ് സ്റ്റാർട്ടഡ്, ഫീച്ചേഴ്സ്, ഡെയിലി ന്യൂസ്, പ്രൈസിങ്, മാസ്റ്റർ UPSC കറണ്ട് അഫയേഴ്സ്, ഇന്റലിജൻസ്, ആപ്പ് സ്റ്റോർ, ഗൂഗിൾ പ്ലേയിലേക്കുള്ള ലിങ്ക് തന്നിട്ടുണ്ട്. ഒരു ഡീസെന്റ് ഇമേജ്, കറക്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് തന്നിട്ടുണ്ട്. അതിനുശേഷം ഓട്ടോമേറ്റ് ന്യൂസ് സ്ക്രീൻ, ടോപ്പിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പോർഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ഒരു വേരിയന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ആൾസോ ഗുഡ്, ഡീസെന്റ് ആയിട്ടുള്ളതാണ്. സോ അങ്ങനെ 2 വേരിയൻസ് ഉണ്ട്. ഇനി നിങ്ങൾ അതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ക്രീനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഫോർ എഡിറ്റിംഗ് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നീട് കോപ്പി ടു ഫിഗ്മ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഫിഗ്മയിലാണ് എല്ലാവരും എഡിറ്റ് ചെയ്യുന്നത്. ഇതേപോലുള്ള UIs കാണുകയും ഇത് നമുക്ക് ഡയറക്റ്റ് ഫിഗ്മയിലേക്ക് കോപ്പി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫ്ലോയെ ഒരിക്കലും ഒരു ഡെവലപ്പേഴ്സിന്റെ വർക്ക് ഫ്ലോയെ ഇത് ഇന്ററപ്റ്റ് ചെയ്യില്ല. അതിന്റെ കൂടെ തന്നെ പോവും. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയുന്നത്. അതിനുശേഷം ഇതിന്റെ HTML അല്ലെങ്കിൽ CSS നമുക്ക് ഇവിടെ തന്നെ കോപ്പി ചെയ്യാം. ദാറ്റ് ഈസ് ആൾസോ വെരി ഗുഡ് ഓപ്ഷൻ. ഓക്കെ, അത് ഇപ്പോൾ തൽക്കാലം പെയ്ഡ് വേർഷനിലാണുള്ളത്. അത് കോപ്പി ചെയ്യാൻ പറ്റും. ഇനി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നമുക്കൊരു രണ്ടാമത്തെ പേജ് വേണം. മേ ബി ഫീച്ചർ പേജ്, അതല്ലെങ്കിൽ പ്രൈസിങ് പേജ് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിട്ട് ഈ പേജിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പേജ് ക്രിയേറ്റ് ആവും. സോ അതാണ് നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. UI മാത്രമല്ല, അതിന്റെ ആപ്പിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാനും ഇത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, എങ്ങനെയിരിക്കും നമ്മുടെ പ്രൈസിങ് പേജ് എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ വി ക്യാൻ ടൈപ്പ് സംതിങ്. അത് ഓപ്ഷണൽ ആണ്. ഒന്നും ടൈപ്പ് ചെയ്യണ്ട. എന്താണ് ബനാനി UI നോക്കുന്നത് അത് തന്നെ നോക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് നെക്സ്റ്റ് സ്ക്രീൻ. സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബ്രെയിൻ സ്റ്റോമിങ് കൂടെ നമുക്ക് നടക്കാം. നമ്മുടെ ആപ്പ് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഫ്ലോ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൊബൈലിലാണെങ്കിലും വളരെ നല്ലതാണ്. ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സെക്കൻഡ് പേജ് എന്ന് പറയുന്നത്.
പ്രൈസിൽ നിൽക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, സ്റ്റാർട്ടർ, പ്രീ, അച്ചീവർ, ലൈക്ക് 3 ടയേഴ്സ് സ്ക്രീന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ്, കമ്പനി, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇനി നമുക്കിതിനെ ഏതെങ്കിലും നമ്മുടേതായ തീമിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു പോർഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം. ഇപ്പം ഞാനിപ്പോൾ സെലക്ഷൻ ഓപ്ഷൻ എടുത്ത് ഗൂഗിൾ പ്ലേ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഐ നീഡ് ട്രഡീഷണൽ പ്ലേ സ്റ്റോർ ബട്ടൺ ആൻഡ് സ്റ്റോർ ബട്ടൺ. ട്രഡീഷണൽ പ്ലേ സ്റ്റോർ ബട്ടൺ എന്ന് ഞാൻ പറയാൻ കാര്യം ഇതേപോലത്തെ ബട്ടണാണ്. ഈ ഗൂഗിൾ പ്ലേ ആൻഡ് ആപ്പിൾ സ്റ്റോർ അതൊക്കെ അവരുടെ ഒരു സിഗ്നേച്ചർ തന്നെ ഇരിക്കില്ലേ, സോ അത് തന്നെ വരാൻ വേണ്ടി. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഓക്കെ, വിചാരിച്ച അത്ര ബെറ്റർ അല്ല, എന്നാലും ഓക്കെ ദേ ഡൺ. സോ ഇങ്ങനെയാണ് സെലക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ. ഇമേജ് വേണമെങ്കിൽ ഇമേജിനെ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ആക്ച്വലി റണ്ണിങ് ചെയ്യാണ്, അതുകൊണ്ടാണ് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. ഇനിയിപ്പം ഇതിന് വേറെ ഏതെങ്കിലും പേജ്, കറണ്ട് അഫെയർ പേജ് അല്ലെങ്കിൽ ഈച്ചോ പേജ് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെ നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്ത് പോകാൻ പറ്റും. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു ന്യൂ പേജാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ വന്നിട്ട് ന്യൂ സ്ക്രീൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ വീണ്ടും ഇതേപോലെ ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട്, പ്രൈമറി കളേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ റൗണ്ട്നെസ്, അങ്ങനെയൊക്കെയുള്ള ഫോണ്ട്, റൗണ്ട്നെസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാനും പറ്റും. സോ എന്നിട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി ഞാനാണെങ്കിൽ നേരത്തെ ഞാൻ ചെയ്ത ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇത് മൊബൈലിലാണ്. ഇത് ബ്രെയിൻ സ്റ്റോമിങ്ങിന് വളരെ പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുത്തൊരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത് JCB പോലുള്ള എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സ് റെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മളത് ഇത് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരെണ്ണം ക്ലിക്ക് ചെയ്തപ്പോൾ കാറ്റഗറീസ് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഒരു ഇന്റർഫേസ് കിട്ടി. അതിനുശേഷം ഈ ഒരു ഇന്റർഫേസിനകത്താണെങ്കിൽ ഒരെണ്ണം ഒരു പർട്ടിക്കുലർ എർത്ത് മൂവേഴ്സ് സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അപ്പോൾ അത് അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പം ഈ ഒരു ഇന്റർഫേസ് കിട്ടി. അങ്ങനെ അതിനുശേഷം ഞാൻ 1 പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ പേജ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ 1 പ്രോഡക്റ്റ് മാത്രം, അതിന്റെ ഡീറ്റെയിൽ, ആരാണ് റെന്റ് കൊടുക്കുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽ കിട്ടും. ഇതെന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മളെ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.